ഇന്ന് വളരെ സിമ്പിളായി എങ്ങനെ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ നോക്കാം. നമുക്കിതിന് വേണ്ടിയിട്ട് അരി അരക്കുകയോ കുതിർക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഉണ്ണിയപ്പം, നല്ല ടേസ്റ്റിയായ ഉണ്ണിയപ്പമാണ്. ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുള്ളൂ. അത്രയും ടേസ്റ്റാണ് ഈ ഉണ്ണിയപ്പത്തിന്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യം നമുക്ക് 3 ശർക്കര ഉരുക്കാൻ വെക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് 3/4 കപ്പ് റവയാണ്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മൈദ കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറുതായി കുത്തി അരിഞ്ഞതാണ്. അത് കുറച്ച് വെളിച്ചെണ്ണ നെയ്യ് എന്താ വെച്ചാൽ അത് ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇതൊക്കെ കൂട്ടുമ്പോൾ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴേക്കും നമ്മൾ ശർക്കര ഒക്കെ ഉരുകി വന്നിട്ടുണ്ട്. അത് ഏകദേശം ഒരു നല്ല ചൂടാറൊന്നും വേണ്ട കേട്ടോ. ഒരിളം ചൂടോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ വറുത്ത് കോരി വെച്ച തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് എള്ളാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് വെളുത്ത എള്ളാണ്. കറുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇതുപോലത്തെ വെളുത്ത എള്ളാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ചേർക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ണിയപ്പത്തിന്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അത് കുറച്ച് കട്ടിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുറച്ച് ലൂസാക്കി എടുക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു നുള്ളുപ്പും കുറച്ച് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് നല്ലൊന്ന് മിക്സാക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്കിത് ഒരു 10-15 മിനിറ്റ് മൂടി വെക്കാം കേട്ടോ. ഇനി നമുക്ക് തുറന്ന് നോക്കാം. 15 മിനിറ്റിന് ശേഷം എടുത്ത് നോക്കിയപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ്. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഉണ്ണിയപ്പത്തിന് കോരി ഒഴിക്കുന്ന പരുവത്തിലാക്കണം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ലൂസിൽ വേണം കേട്ടോ കിട്ടാൻ. ഇതുപോലെ ആയി കിട്ടണം. ഇനി നമുക്കൊരു ഉണ്ണിയപ്പ ചട്ടി ചൂടാക്കി അതിലേക്ക് ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതുപോലെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓരോ കുഴിയിലും ഒരു 3/4 ഭാഗം ഒഴിച്ച് കൊടുത്താൽ മതി. നല്ല പൊന്തി വരും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനത്തെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അരി അരച്ചുണ്ടാക്കുന്നതിലും ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല സോഫ്റ്റുമാണ്.
കുട്ടികളൊക്കെ ഉണ്ണിയപ്പം എന്നൊക്കെ ചോദിച്ച് വരികയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.